കൂലി. ഇതിന് എത്രത്തോളം ഹൈപ്പ് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ലോകേഷ് കനകരാജിന്റെ പോലത്തെ ഒരു ടെക്നീഷ്യനും രജനീകാന്തിന്റെ പോലത്തെ ഒരു സ്റ്റാറും ഒന്നിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക? നല്ലതീ കുറഞ്ഞോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. നല്ലതെന്നല്ല, ബെസ്റ്റി കുറഞ്ഞോ ഒന്നും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇപ്പൊ നമ്മൾ വിക്രം സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ പോർഷൻസ് ലാഗാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ പോർഷൻസ് ലാഗാണ്. പക്ഷെ അതിങ്ങനെ ഒരു വെറുതെ വന്ന ലാഗല്ല, അതിങ്ങനെ പതുക്കെ ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് അവസാനം കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കിക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഹാഫിലായിക്കോട്ടെ സെക്കൻഡ് ഹാഫിലായിക്കോട്ടെ ആവശ്യമില്ലാത്ത കുറേ ലാഗുകളുണ്ട്. ഒരുപാട് ലാഗുകളുണ്ട്. പിന്നെ രജനീകാന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, രജനീകാന്ത് എപ്പടിപ്പെട്ട മനുഷ്യനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് അയാളെ പറ്റി ഒരു വാക്ക് പോലും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, സ്റ്റൈല്, ഇത്രയും പ്രായമായിട്ടും ഡാൻസിലും ഫൈറ്റിലും അയാൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ രജനീകാന്തിനൊരു പ്രത്യേകതയുണ്ട്. നല്ല പടത്തിൽ വന്നാൽ അയാളുടെ ആ ഒരു പ്രായത്തിൻ്റെ ക്ഷീണം നമ്മൾ അറിയേയില്ല. ഇപ്പോൾ ജയിലറിലൊക്കെ എടുത്ത് നോക്കിയാൽ ഈച്ച് ആൻഡ് എവരി ഫ്രെയിമിൽ അയാൾ കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷേ മോശമായിട്ടുള്ള ഒരു പടത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്ഥാനത്തിൽ വന്നാൽ ശരിക്കും അയാളുടെ വൈയായിക നമുക്ക് മനസ്സിലാവും. ഇതിൽ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് പല പോർഷൻസിലും. കൂലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ? ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഫീലില് വലിയ സെറ്റപ്പും അല്ല എന്നാലോ മോശമല്ല എന്നുള്ളൊരു ഫീല്. ആ ഒരു ട്രെയിലർ തന്നെയാണ് പടം. ആ ട്രെയിലറേ ഉള്ളൂ പടം, വേറെ അതിന് മുകളിലോ താഴെ ഒന്നുമില്ല. ആ ട്രെയിലറിൽ ഈ പടം മൊത്തം കാണിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ പടം. ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചുമ്മാ മിക്കവരും, ഞാൻ അത്യാവശ്യം നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ആയിരുന്നു കണ്ടത്, മിക്കവരും നിർവികാരതയോടുകൂടി ഇരിക്കുക മോസ്റ്റ് ഓഫ് ദ ടൈമിലും. ചില മൊമെൻറ്റ്സും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ മാത്രം ഒന്ന് സെറ്റാവും, പിന്നെയും പഴയ പോലെ തന്നെയാവും. ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ചെറിയ പോർഷൻസിൽ മാത്രമേ എനിക്കിതൊരു ലോകേഷ് കനകരാജ് പടമാണെന്ന് തോന്നിയുള്ളൂ. അത് ഈ പടത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ആണ്. അത് അത്രയും സെറ്റപ്പായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കഥ എടുത്ത് ആ പടം മൊത്തം ചെയ്തിരുന്നെങ്കിൽ ഈ പടം ഹിറ്റായനെ ഉറപ്പായിട്ടും. അതും പോട്ടെ, ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ പ്രസന്റ് കഥയും പോരാത്തതിന് ആ ഫ്ലാഷ് ബാക്ക് പോർഷൻസും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുത്തിരുന്നെങ്കിൽ ഈ പടം ഹിറ്റായനെ, വേറെ ലെവൽ രകം ഹിറ്റായനെ. ഈ പറഞ്ഞ പോലെ 1000 കോടിയൊക്കെ പുഷ്പം പോലെ കിട്ടിയാനെ. കൂലിയുടെ റൈറ്റിംഗ് വളരെ മോശമാണ്. പലപ്പോഴും നമ്മൾ ഗ്രിപ്പ് ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും അവിടെ ഇവിടെ ആയിട്ട് കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. കുറേ നല്ല ട്വിസ്റ്റുകളുണ്ട്. അതും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓവറോൾ ഈ പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല എന്നുള്ളൊരു ഗതിയായി ഈ പടം. അതായത് അങ്ങനെ വലിയ സെറ്റപ്പാണോ? അല്ല. അത്രയും ഭയങ്കര നല്ല പടമാണോ? അതുമല്ല. മോശം പടമാണോ? അതുമല്ല. ഇതിൻ്റെ ഇടയിൽ എവിടേക്കോ ആണ് ഈ പടം. നമുക്ക് ജസ്റ്റ് ഒരു വീക്കെൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പോയിട്ട് പോപ്കോണൊക്കെ ആയിട്ട് പോയിരുന്നു ചുമ്മാ ടൈം പാസിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു പടം. അല്ലാതെ ഒരു ലോകേഷ് കനകരാജ് കിടിലം പടം എന്നൊന്നും പറയാൻ പറ്റില്ല. ലോകേഷിൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇത്രയും വീക്കായിട്ടുള്ള പടം വന്നിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, കപ്സ പോലത്തെ ഊളപ്പടമൊക്കെ കണ്ട് ഉപേന്ദ്രനെ ജഡ്ജ് ചെയ്ത നമ്മൾ കുറേ മലയാളികളുണ്ട്. അവർക്കൊക്കെ ഈ പടം കഴിഞ്ഞ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഉപേന്ദ്രൻ്റെ റേഞ്ച് എന്താണെന്ന്. ഈ പടത്തിൽ ആകപ്പാടെ കിടിലനായിട്ടും നല്ലതായിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങേരെയാണ്. പിന്നെ നാഗാർജുന അഫ്കോഴ്സ് വലിയ സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും ഒരു ഒക്കേഷ്. എനിക്ക് ഇപ്പം ഞാൻ കുറേ നാഗാർജുനയുടെ പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഒരു ലെവൽ എന്താണ്, ആ ഒരു കാലിബർ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൽ കാണുമ്പോൾ വളരെ ഇപ്പം വില്ലനാണെങ്കിൽ പോലും ഒരു നായകന് മുകളിൽ നിൽക്കുന്ന വില്ലനെ വേണമെങ്കിൽ ആക്കായിരുന്നു. അത്രയും കാലിബറുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അതുപോലൊന്നും ആക്കാതെ ഒരു ടിപ്പിക്കൽ വില്ലൻ പോലെ ആക്കി. പിന്നെ സൗബിൻ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു അമ്പിളിയൊക്കെയാണ് ഇരുന്ന് കാണുന്നത്. അതുപോലത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങേരുടെ. അത് ചിലപ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറേ നമ്മുടെ ലോകേഷ് ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എഴുതുന്നില്ല എന്നായിരുന്നല്ലോ പ്രശ്നം. ഇതിൽ വളരെ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ സ്പോയിലറായി പോകും, വളരെ വലിയൊരു സ്പോയിലറായി പോകും. പിന്നെ ലോകേഷ് പറഞ്ഞ പോലെ നമ്മൾ സീറ്റിലൊന്നും ഇരിക്കില്ല ഇൻ്റർവെൽ ടൈമിൽ. വെറുതെയാണ്, ഞാൻ സീറ്റിൽ വെറുതെ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ട്. എന്താണ് ഇപ്പം ഉണ്ടായത്? അതിന് മാത്രമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിൽ തോന്നിയത്. ഇതുപോലത്തെ ഒരു വളരെ എന്തോ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വലിയ കാര്യമായിട്ട് ഒന്നും തോന്നിയില്ല. ഒരു സാധാ ഊളപ്പടത്തി വരെ അയാൾക്ക് ഇതിനേക്കാളും നല്ലൊരു ഇൻ്റർവെൽ ബ്ലോക്കും അത്യാവശ്യം നല്ലൊരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് അമീർ ഖാൻ. ഇതാണ് അയാളുടെ ആകപ്പാടുള്ള സംഭവം. ചിരിക്കുക. അമീർ ഖാനും രജനീകാന്തും ഇങ്ങനെ വരും, ചിരിക്കും, കുറച്ച് നേരം ഇങ്ങനെ ചിരിക്കും. ഇതെന്നെ പരിപാടി. അമീർ ഖാനെ പോലൊരാളെ കൊണ്ടുവന്നിട്ട്
വെറും 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 ഒരു ഊള ക്യാരക്ടർ. ഇത്ര ഊള ക്യാരക്ടർ അയാൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. അതും ഡയലോഗൊക്കെ കേൾക്കണം പുള്ളി പറയുന്നത്. എൻ്റെ പൊന്നോ, ഓ അതെനിക്ക് പറയണമെന്നുണ്ട്, അത് പറഞ്ഞ സ്പോയിലറായി പോകും. അത്രയും ഒരുമാതിരി പണ്ടത്തെ നസീറിൻ്റെ പടത്തിലൊക്കെ പറയുന്ന ഒരു, എൻ്റെ പൊന്നോ, നമുക്ക് കോമഡി ആയിട്ട് തോന്നും അതുപോലത്തെ ഒരു റോൾ. പിന്നെ ശ്രുതി ഹാസൻ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ. പിന്നെ പുള്ളിക്കാരിനെ വലിയ രീതിക്ക് അങ്ങനെ ഓവറാവാൻ വിട്ടിട്ടില്ല, വലിയ രീതിക്ക് അങ്ങനെ അഴിച്ചു വിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓവറായിട്ടുമില്ല. പിന്നെ സത്യരാജിന് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം ഒരു ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ ആ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂലി ഒരു വളരെ ആവറേജ് ഒരു പടം, എബോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഒരു കുറേ നല്ല മൊമെൻറ്റ്സ് ഉള്ളു, അതും അത്യാവശ്യം ക്രൗഡിൻ്റെ ഒക്കെ ഒപ്പം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടിയും രസിക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്രൗഡൊന്നുമില്ല, അല്ലെങ്കിൽ ചത്ത ക്രൗഡാണെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങളൊന്നും ആസ്വദിക്കാനേ പറ്റില്ല.